സോ ഫൈനലി നമ്മൾ ഹാരി പോട്ടർ ഫ്രാഞ്ചൈസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ബുക്ക് ഫ്രാഞ്ചൈസിലെ 8th ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള ഹാരി പോട്ടർ ആൻഡ് ദ കേഴ്സ്ഡ് ചൈൽഡ് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ മറക്കാതെ ചെക്കൗട്ട് ചെയ്യുക. സോ ആ ഒരു വീഡിയോയിൽ ഞാൻ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബുക്ക് വായിച്ച ശേഷമുള്ള എൻ്റെ നിഗമനങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന്. സോ അത് തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ. ഇതിന് പുറമെ ഇതിനകത്തുണ്ടായിരുന്ന കുറേ പ്ലോട്ട് ഹോൾസും കൂടാതെ ഒരുപാട് ഫ്ലോസും എല്ലാം തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കൂടാതെ അതിന് എനിക്ക് തരാൻ പറ്റിയ എക്സ്പ്ലനേഷനും ഞാൻ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഹാരി പോട്ടർ ആൻഡ് ദ കേഴ്സ്ഡ് ചൈൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ബുക്ക് എന്നതിലുപരി ഒരു സ്റ്റേജ് പ്ലേ സ്ക്രിപ്റ്റ് ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. സീൻ ബൈ സീൻ ആയിട്ട് തന്നെയാണ് ഈ ഒരു ബുക്ക് തന്നെ ഒരുക്കിയിരിക്കുന്നത്. സോ ഈ ഒരു ബുക്കിന് 2 പാർട്ട് ഉണ്ട്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഇതുകൂടാതെ 4 ആക്റ്റും വരുന്നുണ്ട്. പാർട്ട് 1 2 ആക്റ്റും പാർട്ട് 2 2 ആക്റ്റും, അങ്ങനെ 4 ആക്റ്റുകൾ വരുന്നുണ്ട്. ആൻഡ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യം, ഇതിനകത്തെ റൈറ്റിംഗ് എന്ന് പറയുന്നത് JK റൗളിംഗ് ഒറ്റയ്ക്കല്ല ചെയ്തിരിക്കുന്നത്. പകരം ജോൺ ടിഫനി ആൻഡ് ജാക്ക് ത്രോൺ എന്ന് പറയുന്ന 2 പേര് ചേർന്നിട്ടാണ് ഈ ഒരു കേഴ്സ്ഡ് ചൈൽഡിന്റെ റൈറ്റിംഗ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ഓവറോൾ ഐഡിയ മാത്രമാണ് നമ്മുടെ JK റൗളിംഗ് നൽകിയിട്ടുള്ളത്. ഇത് കൂടാതെ അതിന്റെ റൈറ്റിംഗ്സും സ്ക്രിപ്റ്റും എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് ഇവർ 2 പേരും ചേർന്നിട്ടാണ്. ഹാരി പോട്ടറിന് ഇതിന് മുമ്പ് ഇറങ്ങിയ 7 ബുക്കിനോട് ഇതിന് നിൽക്കാൻ സാധിക്കാതെ പോയതിന്റെ ഒരു പ്രധാന കാരണവും ഇത് തന്നെയായിരുന്നു. സപ്പോസ് JK റൗളിംഗ് തന്നെ ഒറ്റയ്ക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ്ലി കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. ഇതിൽ 2 പേര് ഇന്റർഫിയർ ചെയ്തിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഒരു വഷളായി പോയത്. സ്റ്റിൽ കേഴ്സ്ഡ് ചൈൽഡ് ഒരു മോശം ബുക്കാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം എന്താണെന്നാൽ ഒരു സ്റ്റാൻഡ് അലോൺ ബുക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ബുക്ക് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഹാരി പോട്ടർ ബുക്ക് ഫ്രാഞ്ചൈസിന്റെ ഒരു സീക്വലായിട്ട് വരുന്ന 8th ബുക്കായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കരധികം മോശമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ എനിക്ക് തോന്നാനുള്ള കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലോട്ടാണ്. കാരണം മുമ്പ് ഇറങ്ങിയ 7 ബുക്കും 7 സിനിമകളും നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാതും പ്ലോട്ടിനോട് നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തന്നെ കേഴ്സ്ഡ് ചൈൽഡിലേക്ക് വരുമ്പോൾ ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പോകുന്നത്, ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് എന്ന ഒരു ചോദ്യമാണ് നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും വരുന്നത്. ഈ ബുക്കിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പ്രധാന പോരായ്മയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഹാരി പോട്ടറിൻ്റെ ക്യാരക്ടറാണ്. കാരണം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഹാരി പോട്ടർ ഇങ്ങനെ ആയിരുന്നില്ല. ഭയങ്കരധികം പൊളൈറ്റ് ആയിട്ടുള്ള, ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. എന്നാൽ ഇതിനകത്ത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഉയർന്ന ഒരു വ്യക്തിക്ക് വരുന്ന ഒരു അഹം എന്നൊരു ചിന്താഗതിയാണ് നമ്മുടെ ഹാരി പോട്ടർ എന്ന ക്യാരക്ടറിനെ ഒന്ന് ചേഞ്ച് ചെയ്തത്. എന്തിനു വേണ്ടിയാണ് ഹാരി പോട്ടർ എന്ന ക്യാരക്ടർ ഇങ്ങനെയെല്ലാം മാറ്റിയത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടേ ഇല്ല. പിന്നീട് നമ്മുടെ ഹെർമോനി ക്യാരക്ടർ, നമ്മളെ ഹെർമോനി എത്രമാത്രം ചിന്താഗതി ഉള്ളൊരു വ്യക്തിയായിരുന്നെന്നും എത്രയധികം ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തതെന്നും നമ്മൾ ഈ കഴിഞ്ഞ ഫിലിം ഫ്രാഞ്ചൈസിലായിക്കോട്ടെ ബുക്കിലായിക്കോട്ടെ വളരെയധികം വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ ഈ ഒരു ബുക്കിനകത്ത് ഒരു മിനിസ്റ്റർ ഓഫ് മാജിക് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഹെർമോനിയെ കാണിച്ചിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഇതുവരെ മോഹിക്കാത്തൊരു പോസ്റ്റിംഗ് ആണ് ഈ ഒരു മിനിസ്റ്റർ ഓഫ് മാജിക് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ക്യാരക്ടർ ഒരിക്കലും മിനിസ്റ്റർ ഓഫ് മാജിക്കിലേക്ക് പോകണമെന്ന ചിന്താഗതി ഒരിക്കലും ഉണ്ടായിട്ടില്ല. ബട്ട് സിറ്റുവേഷൻസ് ആയിരിക്കാം നമ്മുടെ ഹെർമോനി ഇങ്ങനെ മിനിസ്റ്റർ ഓഫ് മാജിക് ആക്കിയത്. പക്ഷേ ചെറുപ്രായത്തിൽ തന്നെ ഇത്രമാത്രം ലോജിക്കലി തിങ്ക് ചെയ്ത ഒരു ക്യാരക്ടർ മിനിസ്റ്റർ ഓഫ് മാജിക് ആയി കഴിയുമ്പോൾ ഒന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് ഇതിനകത്ത് ഹെർമോനിയെ കാണിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു നീക്കവും ഈ ഒരു ബുക്കിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് പറയേണ്ടത് മിനിസ്ട്രി ഓഫ് മാജിക്, അവിടുത്തെ സെക്യൂരിറ്റി എന്താണ് ഇവിടെ നടക്കുന്നത്. കാരണം അന്ന് നമ്മുടെ ഹാരി പോട്ടറിന്റെ കാലത്ത് തന്നെ എത്രമാത്രം സെക്യൂർഡ് ആണ് മിനിസ്ട്രി ഓഫ് മാജിക് എന്ന് വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേ മിനിസ്ട്രി ഓഫ് മാജിക് തന്നെ പിന്നീട് ഒരു 20 വർഷങ്ങൾക്ക് ശേഷം അതേപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചത് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയ ഒരു വസ്തുതകളിൽ ഒന്നായിരുന്നു. നമ്മുടെ ആൽബസ് സ്കോർപ്പിയസ് കൂടാതെ ഡെൽഫി എല്ലാം അവർ രൂപം മാറി മിനിസ്റ്റർ ഓഫ് മാജിക്കിലേക്ക് കയറുന്നു. സോ അവിടുത്തെ സെക്യൂരിറ്റിയിൽ ഒരു ഇംപ്രൂവ്മെന്റും ചെയ്യാത്ത രീതിയിലാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഇവർ 3 പേരും രൂപം മാറുന്നത്, അല്ലെങ്കിൽ ആ ഒരു പോളിജ്യൂസ് പോർഷൻ. നമ്മൾ ചേംബർ ഓഫ് സീക്രട്സിനകത്ത് വെച്ച് നമ്മുടെ ഹെർമോനി ഒരുപാട് ദിവസം എടുത്ത്, അല്ലെങ്കിൽ ഒരു 1 month ബ്രൂ ചെയ്തിട്ടാണ് ഈ ഒരു പോളിജ്യൂസ് പോർഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ അതേ കാര്യം ഈ ഒരു കേഴ്സ്ഡ് ചൈൽഡിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് ഇവർ ബ്രൂ ചെയ്ത് ആ ഒരു പോളിജ്യൂസ് പോർഷൻ തയ്യാറാക്കുന്നത്. അതിൽ നമ്മുടെ ആൽബസും സ്കോർപ്പിയസും ഈ ഒരു പോർഷൻസിൽ വലിയ പ്രബലന്മാരല്ല എന്നൊരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീടും എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ ഒരു പോളിജ്യൂസ് പോർഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ദെൻ ആൽബസ് സെവറസ് പോട്ടറിന്റെ ക്യാരക്ടർ, അതായത് ഡെത്ലി ഹാലോസിന്റെ എൻഡിൽ തന്നെ അവന് ഈ ഒരു ഗ്രിഫൻഡോറിലേക്ക് പോകാനാണ് ആഗ്രഹം എന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ആ ഒരു സോർട്ടിംഗ് ഹാറ്റ് വെച്ച സമയത്ത് അവൻ എന്തുകൊണ്ട് ഗ്രിഫൻഡോറിൽ പോകണമെന്ന് പറഞ്ഞില്ല. അവൻ മിണ്ടാണ്ടിരുന്നു. അതുകൊണ്ടാണ് അവനെ സ്ലിതറിലേക്ക് സോർട്ട് ചെയ്തത്. അവൻ അത്ര ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ അവിടെ പറയുകയാണെങ്കിൽ അവൻ എന്തായാലും ഗ്രിഫൻഡോറിലേക്ക് പോവുള്ളൂ. സോ അവിടെ അത് സംഭവിക്കാത്ത രീതിയിൽ അതിൽ ദേഷ്യപ്പെട്ട് എന്തിനാണ് അച്ഛനോട് ചൂടാവുന്നത്. ദെൻ എന്തിനു വേണ്ടിയാണ് സെഡ്രിക് ഡിഗ്രിയെ രക്ഷിക്കാൻ വേണ്ടി ആൽബസ് പോട്ടർ ശ്രമിക്കുന്നത്? എന്തിനു വേണ്ടി? എന്താണ് കാരണം? എന്താണ് അവന്റെ മോട്ടിവേഷൻ? ഇവനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി ഇവൻ ഇത്രമാത്രം റിസ്ക് എടുത്ത് പോകാനുള്ള കാരണം എന്താണ്? സ്വന്തം അച്ഛൻ ചെയ്തത് ഏറ്റവും തിരുത്താൻ വേണ്ടിയോ? എന്തിനാ? സ്കൂളിലും വീട്ടിലും ഒക്കെ നല്ല പേര് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ ആ ഒരു കാരണം എനിക്ക് ഭയങ്കരധികം സില്ലി ആയിട്ടാണ് തോന്നിയത്. സോ ഇങ്ങനെ എന്തുകൊണ്ടാണ് സെഡ്രിക്കിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആൽബസ് ഇത്രമാത്രം ശ്രമിച്ചത്? അതിനും ഇവർ ഇതിനകത്ത് വ്യക്തമായിട്ട് ഉത്തരം നൽകിയിട്ടില്ല. ദെൻ ഹാരിയുടെ ബാക്കി 2 മക്കളിനെ പറ്റി ഇതിനകത്ത് പറയുന്നില്ല. അതായത് ജെയിംസ് സീരിയസ് പോട്ടറും ലില്ലി ലൂണ പോട്ടറിനെ പറ്റി ഇതിനകത്ത് പരാമർശിക്കുന്നേ ഇല്ല. പറയുന്നുണ്ട് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടില്ല. ആൽബസ് ആൻഡ് സ്കോർപ്പിയസ് എന്ന ഈ ഒരു 2 ക്യാരക്ടറിനെ മാത്രം ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു കേഴ്സ്ഡ് ചൈൽഡ് മൊത്തം നടക്കുന്നത്. സോ ഇങ്ങനെ യൂണിവേഴ്സ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ക്യാരക്ടറിനും ഈക്വൽ സ്പേസ് കൊടുക്കണം എന്ന ഒരു കാര്യം ഇവരിവിടെ മറന്നുപോയിരിക്കുകയാണ്.
ഈ ബുക്ക് എഴുതിയവർ എന്തോർത്തിട്ടാണ് അല്ലെങ്കിൽ എന്തടിച്ചിട്ടാണ് എഴുതിയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല. കാരണം സപ്പോസ് ഒരു ക്യാരക്ടർ ഒരു തെറ്റ് ചെയ്യുന്നു, അതേ തെറ്റ് മനസ്സിലായ ശേഷം വീണ്ടും അതേ തെറ്റ് തന്നെ വീണ്ടും ആവർത്തിക്കുന്ന ഒരു സ്റ്റേജാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒരു കാര്യം അനുഭവിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുമെന്ന ഒരു പൊതു ചിന്താഗതി പോലും എനിക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഈ ഒരു ബുക്കിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേണേഴ്സ് ആണ്. ഈ ഒരു ബുക്ക് നോക്കി കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും ടൈം ടേണേഴ്സ് ഏത് മൂലയ്ക്കും ചറ വേറെ ടൈം ടേണേഴ്സ് ആണ്. വെറുതെ ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്തോ ഒരു ടൈം ട്രാവൽ സയൻസ് ഫിക്ഷൻ ബുക്ക് പോലെയൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ടൈം ട്രാവൽ ഉൾപ്പെടുത്തിക്കോ, പക്ഷേ ആ ഒരു ബേസിക് നോളജെങ്കിലും ടൈം ട്രാവലിനെ പറ്റി വേണം. അല്ലാതെ എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതിനകത്ത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ടൈം ട്രാവലിനെ കോൺട്രാക്ട് ചെയ്യുന്ന കുറെ കോൺസെപ്റ്റ് ആയിട്ടുള്ള ടൈം ലൂപ്പ്, ടൈം ഡൈലേഷൻസ്, കൂടാതെ ടൈം ട്രാവൽ പാരഡോക്സുകൾ ഒന്നും തന്നെ എനിക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചില്ല. സത്യമാണ്, ഒരു ഫാന്റസി വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ കുറച്ചൊക്കെ മെച്യൂരിറ്റി ലെവൽ കാണിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ശരി, ടൈം ട്രാവലും ഉണ്ട്, ടൈം ടേണേഴ്സും ഉണ്ട്. അത് വെച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ അതും ഇവിടെ സംഭവിക്കുന്നില്ല. അതിനും പുറമെ നമ്മൾ ഇതുവരെ പരിചയപ്പെടാത്ത ഒരു തരത്തിലുള്ള ടൈം ടേണറും ഇതിനകത്ത് കാണിച്ചിരിക്കുന്നു. സോ ഹാരി പോട്ടർ ആൻഡ് ദ പ്രിസണർ ഓഫ് ആസ്കബാനിൽ നമ്മൾ ആ ഒരു കണ്ട ടൈം ടേണർ എന്ന് പറയുന്നത് 1 ഡേ എന്നൊരു ഡ്യൂറേഷനിൽ ഒതുങ്ങുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആയിരുന്നു. സോ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് 24 hours പാസ്റ്റിലേക്കും 24 hours ഫ്യൂച്ചറിലേക്കും പോകാൻ സാധിക്കും. എന്നാൽ കേഴ്സ്ഡ് ചൈൽഡിനകത്ത് കാണിച്ച ടൈം ടേണർ എന്ന് പറയുന്നത് വളരെയധികം ഡിഫറൻ്റ് ആണ്. എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വർഷവും പോകും, എവിടെ വേണമെങ്കിലും പോകും, പക്ഷേ പോയി കഴിഞ്ഞാൽ അവിടെ 5 നിമിഷം മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ റിട്ടേൺ വന്ന് പ്രസന്റിലേക്ക് എത്തും. സോ എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് അവർ എത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനും പുറമെ നമ്മൾ ഇപ്പോൾ കണ്ട ആ ഒരു ടൈം ടേണർ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോടൈപ്പ് മാത്രമാണ്. ഇതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ളത് നമ്മുടെ ഡ്രാക്കോയുടെ കയ്യിലുണ്ടെന്നും പറയുന്നുണ്ട്. ഡിയോസ് എക്സ് മെഷീന എന്ന് പറഞ്ഞൊരു പ്ലോട്ട് ഡിവൈസ് നിലവിലുണ്ട്. സോ അത് പ്രകാരം ഒരു പ്ലോട്ടിൽ ഒരു സ്റ്റോറി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ 100% ഉറപ്പാണ് അത് സംഭവിക്കില്ല എന്ന്. സോ അപ്പോഴാണ് പെട്ടെന്ന് വേറെ എവിടെ നിന്നോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു ടേണിംഗ് പോയിന്റും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒരു സിനേരിയോ ക്രിയേറ്റ് ആയി ഇമ്പോസിബിൾ എന്ന് നമ്മൾ വിചാരിച്ച കാര്യത്തിനെ പോസിബിൾ ആവുന്ന ഒരു ഈവൻസിലേക്ക് മാറ്റുന്നു. സോ അത് തന്നെയല്ലേ ഇവിടെ ഫ്രാങ്ക്ലി സംഭവിച്ചത്. അതായത് നമ്മുടെ ഡ്രാക്കോ മാൽഫോയുടെ കയ്യിൽ ഇത്രയും നാളും ആ ഒരു ടൈം ടേണറുള്ള കാര്യം ആരോടും അവൻ പറഞ്ഞിട്ടില്ല, സീക്രട്ട് ആയിട്ട് വെച്ചു. എന്നാൽ പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവനത് ഡിസ്ക്ലോസ് ചെയ്ത് ആ ടൈം ടേൺ ഇത്ര നാളും എൻ്റെ കയ്യിലുണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കി സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി മുതിരുന്നു. സോ അദ്ദേഹം പറഞ്ഞു ഭയങ്കരധികം പുവർ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആയിപ്പോയി. ദെൻ പിന്നീടാണ് റോണിന്റെ ക്യാരക്ടർ. ഇതിനകത്ത് നമ്മുടെ റോണിനെ ശരിക്കും പറഞ്ഞാൽ ജോർജ് ഫ്രെഡിനെ പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഈ ഒരു പ്ലോട്ടിനകത്ത് അത്രയധികം റെലവെന്റ് അല്ലെങ്കിൽ പോലും ഒരു കോമഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ഒരു ക്യാരക്ടർ പോലെയാണ് എനിക്ക് തോന്നിയത്. റോണിന്റെ ചില സിറ്റുവേഷൻസും അവൻ പറയുന്ന ഡയലോഗ്സും എല്ലാം കേൾക്കുന്ന സമയത്ത് എന്താണ് ഇവന് സംഭവിച്ചത് എന്ന് വരെ തോന്നിപ്പോയി. കാരണം നമ്മുടെ റോൺ എന്ന് പറയുന്നത് ഭയങ്കരധികം സിറ്റുവേഷൻസ് അനുസരിച്ച് യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു ക്യാരക്ടറാണ്. സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണോ അതിനനുസരിച്ച് സീരിയസ് ആയിട്ടായിരിക്കും അവന്റെ പ്രവർത്തികളെല്ലാം. അതേസമയം കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പെരുമാറ്റമാണ് നമ്മുടെ റോണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനകത്ത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം കോമഡി പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് വരെ തോന്നിപ്പോയി. ദെൻ ഡെൽഫിയുടെ ക്യാരക്ടർ എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയ ഒരു ക്യാരക്ടറായിരുന്നു ഡെൽഫി എന്ന് പറയുന്നത്. വോൾഡമോർട്ടിനും ബെലാട്രിക്സ് ലെസ്ട്രേഞ്ചിനും ജനിക്കുന്ന ഒരു മകൾ ഡെൽഫിനി ലെസ്ട്രേഞ്ച്. എന്താല്ലേ, ഒരു ഹ്യൂമൻ ഫീലിംഗ്സും ഇല്ലാത്ത വ്യക്തി, ഇതിനും പുറമെ ലവ് പോഷൻ മൂലം ജനിച്ച ഒരു മകനാണ് ലോർഡ് വോൾഡമോർട്ട്. സോ അതുമൂലം തന്നെ അദ്ദേഹത്തിന് ഹ്യൂമൻ ഫീലിംഗ്സ് ആയിട്ടുള്ള സന്തോഷം, സങ്കടം ഒന്നും തന്നെ ഇല്ല എന്ന് നേരത്തെ തന്നെ കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനും പുറമെ ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള മാജിക് യൂസ് ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സോളിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരുപാട് ഭാഗങ്ങളായിട്ട് മാറ്റുന്നു. ഒരു വ്യക്തി ഒരു മനുഷ്യനാവണമെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു സോൾ ഉണ്ടാവണം. സോ ഇതേ സ്ഥലത്ത് സോളിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു മനുഷ്യനല്ലാതായി മാറി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഫെർട്ടൈൽ ആവുക, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു അച്ഛനാവുക? ഇൻഫാക്ട് നമ്മുടെ വോൾഡമോർട്ട് എന്ന ക്യാരക്ടറിന് ഒരു ഹെയർ അല്ലെങ്കിൽ അവനൊരു പരമ്പര വേണമെന്ന് അവൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ബാറ്റിൽ ഓഫ് ഹോഗർട്സിന് മുമ്പ് തന്നെ ഡെൽഫി ജനിച്ചു എന്നാണ് പറയുന്നത്. സോ ബാറ്റിൽ ഓഫ് ഹോഗർട്സ് നടക്കുന്ന സമയത്ത് പോലും നമ്മുടെ ഹാരി പോട്ടറിനെ കീഴടക്കാൻ സാധിക്കും എന്നൊരു മെന്റാലിറ്റി ആയിരുന്നു വോൾഡമോർട്ടിന് ഉണ്ടായിരുന്നത്. സോ ഒരു ഇമ്മോർട്ടാലിറ്റി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും അദ്ദേഹത്തിന്റെ പരമ്പര വേണമെന്നോ ഒരു മകൻ വേണമെന്നോ മകള് വേണമെന്നോ ഒന്നും ചിന്തിക്കില്ല. ബട്ട് എന്നിരുന്നിട്ട് പോലും അദ്ദേഹം ഒരു അച്ഛനായി. ആൻഡ് ഇതിനൊക്കെ പുറമെ ബെല്ലാട്രിക്സ് ലെസ്ട്രേഞ്ച് കൺസീവ് ആണെങ്കിൽ അവൾ പ്രഗ്നന്റ് ആയിട്ടുള്ള കാര്യം അവിടെ ആരും അറിഞ്ഞില്ലേ? അല്ല, എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുക. ഈ ഒരു ഹാഫ് ബ്ലഡ് പ്രിൻസും കൂടാതെ ഈ ഒരു ഡെത്ത്ലി ഹാലോസ് നടക്കുന്ന സിറ്റുവേഷനിൽ ബെല്ലാട്രിക്സ് ലെസ്ട്രേഞ്ച് പ്രഗ്നന്റ് ആണെങ്കിൽ ആ ഒരു കാര്യം മാൽഫോയ് മാനറിൽ ഉണ്ടായിരുന്ന സമയത്ത് ഡ്രാക്കോ അറിയാതെ പോവോ? അതും അല്ലെങ്കിൽ ഡെത്ത്ലി ഹാലോസിൽ ഹാരി എല്ലാം കൂട്ടിക്കൊണ്ട് അവരുടെ മാൽഫോയ് മാനറിൽ പോകുന്ന സമയത്ത് ഹാരിയോ അവന്റെ കൂടെയുള്ള ആരും തന്നെ അവിടെ ഒരു കുട്ടിയുള്ള കാര്യം പോലും അവർക്ക് സൂചന പോലും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇക്കാര്യം ഒന്നും തന്നെ എനിക്ക് സെൻസിബിൾ ആയിട്ട് ഇതുവരെ തോന്നുന്നില്ല. ദെൻ ഡെൽഫി എന്ന ഈ ഒരു കുട്ടി ജനിച്ച കാര്യം ആ ഒരു മിനിസ്ട്രി ഓഫ് മാജിക് പോലും അറിയുന്നില്ല. സോ ഒരു മാജിക്കൽ വേൾഡിൽ ഏതെങ്കിലും ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അത് അപ്പം തന്നെ നോട്ട് ചെയ്ത് മിനിസ്ട്രി ഓഫ് മാജിക്കൽ ഇൻഫർമേഷൻ പോകും. പക്ഷേ അത് ഇവിടെ സംഭവിക്കുന്നില്ല. സോ അതിനുള്ളൊരു ഫെയർ റീസൺ എന്ന് പറയുന്നത് ആ ഒരു ബാറ്റിൽ ഓഫ് ഹോഗർട്സ് നടക്കുന്ന സമയത്ത് ഭയങ്കരധികം പ്രശ്നങ്ങളായിരുന്നല്ലോ, അങ്ങനെ മിസ്സായി പോയതാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതും എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ദെൻ ഹോഗർട്സിലൊന്നും പോയി പഠിക്കാതെ നമ്മുടെ ഡെൽഫി എങ്ങനെയാണ് ഇത്രമാത്രം പവർഫുൾ ആയിട്ട് മാറിയത്?
പാരമ്പര്യം ഉണ്ടാവും, സമ്മതിക്കുന്നു. പക്ഷെ ആരെങ്കിലും ഒന്നും പഠിപ്പിച്ചു കൊടുക്കണ്ടേ? എന്നാലേ അവൾ ഇത്രമാത്രം പവർഫുൾ ആവുള്ളൂ. അവൾ എവിടെ നിന്ന് ഇതെല്ലാം പഠിച്ചു, ആര് ഇവളെ പഠിപ്പിച്ചു എന്ന കാര്യം പോലും ഇവർ പറയുന്നില്ല. ആൻഡ് അറ്റ് സം പോയിന്റ് നമ്മുടെ ഹാരി പോട്ടറിനെ വരെ ഓവർ പവർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ ഡെൽഫി മാറുന്നുണ്ടായിരുന്നു. സോ ഒരു വോൾഡമോർട്ട് റേഞ്ചിലേക്ക് നമ്മുടെ ഡെൽഫിയെ മാറ്റാൻ വേണ്ടി ഇവർ ശ്രമിക്കുകയായിരുന്നു. ഇത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാതെ പോയതും. കാരണം ഒരാൾ ഒരു എന്താ പറയുക പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. സപ്പോസ് അവൾ ഷാഡോയിൽ ഇരുന്ന് പഠിക്കുകയായിരിക്കാം, പക്ഷേ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പോലും അവളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി വേണമല്ലോ. ആ പഠിപ്പിക്കുന്ന വ്യക്തി എന്തുകൊണ്ട് മിനിസ്ട്രി ഓഫ് മാജിക് ടാർഗറ്റ് ചെയ്ത് പിടിച്ചില്ല? ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഉൾക്കൊള്ളാതെ പോയ കാര്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ദെൻ എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത്, എങ്ങനെയാണ് സ്നേപ്പ് ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നത്? അതായത് സ്കോർപിയസ് ആൽഫി ആ ഒരു ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡാർക്ക് ടൈം ലൈനിലുള്ള സമയത്ത് അവിടെ നമ്മുടെ ഈ ഒരു പ്രൊഫസർ സ്നേപ്പിനെ അവൻ ജീവനോടെ കണ്ടെത്തുന്നു. അതെങ്ങനെ പോസിബിളായി? കാരണം ബാറ്റിൽ ഓഫ് ഹോഗ്വാർട്സ് നടക്കുന്ന സമയത്ത് സ്നേപ്പ് എങ്ങനെ പോയാലും ജീവിക്കാൻ പോകുന്നില്ല. കാരണം വോൾഡമോർട്ട് ആ ഒരു വാൻഡിന്റെ ഓണർ ആണെന്ന് വിചാരിച്ച ശേഷം അദ്ദേഹത്തിനെ കൊന്ന ശേഷമാണ് ആ ഒരു എൽഡർ വാൻഡ് കൈക്കലാക്കുന്നത്. സോ എങ്ങനെ പോയാലും ബാറ്റിൽ ഓഫ് ഹോഗ്വാർട്സ് നടക്കുന്ന സമയത്ത് നമ്മുടെ സ്നേപ്പ് മരിച്ചു പോകണം. എന്തുകൊണ്ട് മരിച്ചില്ല? അതിനും അവർ ഉത്തരവ് നൽകുക തന്നെയാണ് പോയിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു നിഗമനം ഞാൻ പറയാം. അതായത് വോൾഡമോർട്ട് ആ ഒരു എൽഡർ വാൻഡ് ഹാരി ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും എന്നറിഞ്ഞത് കൊണ്ടാണ് ഈ ഒരു സ്നേപ്പിനെ കൊല്ലുന്നത്. അതും ഗോബ്ലറ്റ് ഓഫ് ഫയറിൽ അവർ റിഡിൽ മാനർ നിൽക്കുന്ന സമയത്ത് അവർ നേർക്കുനേരെ, അത് ഹാരി പോട്ടറും വോൾഡമോർട്ടും നേർക്കുനേരെ വരുന്ന സമയത്ത് ഹാരിയുടെ വാൻഡും അദ്ദേഹത്തിൻ്റെ വാൻഡും ബ്രദേഴ്സ് ആണെന്ന കാര്യം അയാൾ തിരിച്ചറിയുന്നു. സോ അതിനെ തുടർന്നാണ് അദ്ദേഹം പുതിയൊരു വാൻഡ് വേണമെന്ന് അന്വേഷിക്കുകയും എൽഡർ വാൻഡ് കണ്ടെത്തുന്നു. അതിനെ തുടർന്ന് സ്നേപ്പിനെ കൊല്ലേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. സോ ഇപ്പോൾ വെച്ച് നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കുക. സപ്പോസ് ആ ഒരു സിറ്റുവേഷനിൽ സെഡ്രിക് മരിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവില്ലായിരുന്നു, അല്ലെങ്കിൽ വോൾഡമോർട്ടും ഹാരിയും എതിർത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആവില്ലായിരുന്നു. സോ അവിടെ ഹാരിയും വോൾഡമോർട്ടും തമ്മിൽ ആ ഒരു യുദ്ധം നടക്കാതെ പോയിരുന്നെങ്കിൽ വോൾഡമോർട്ട് വാൻഡ് യൂസ് ചെയ്ത് ഹാരി പോട്ടറിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു വസ്തുത വോൾഡമോർട്ട് മനസ്സിലാക്കില്ല. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹം എന്തായാലും ഒരു പുതിയ വാൻഡ് അന്വേഷിക്കില്ല. അങ്ങനെ പോകുന്ന സമയത്താണല്ലോ എൽഡർ വാൻഡ് കിട്ടുന്നതും എൽഡർ വാൻഡ് മൂലം സ്നേപ്പിനെ കൊല്ലുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാകുന്നത്. സോ ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ് സെഡ്രിക് മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു സ്നേപ്പിനെ കൊല്ലുന്ന സിറ്റുവേഷൻ പോലും ക്രിയേറ്റ് ആവില്ല. ആൻഡ് ഈ പറഞ്ഞതും എവിടെയും കൺഫേം ചെയ്ത ഒരു കാര്യമല്ല, ഞാനായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ദെൻ സെഡ്രിക്കിന്റെ ക്യാരക്ടർ എന്തോർത്തിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ അവർ ഇങ്ങനെ മാറ്റിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് നമ്മുടെ സെഡ്രിക് ഹഫിൽ പഫ് ഹൗസിലെ സ്റ്റുഡൻ്റ് ആണ്. അദ്ദേഹത്തിന് നല്ല ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിരുന്നു, ലോയൽ ആയിരുന്നു, ഭയങ്കരധികം ബ്രേവ് ആയിരുന്നു, നല്ല പ്രവൃത്തികൾ, നല്ലൊരു നേച്ചറുള്ള ഒരു വ്യക്തിയായിരുന്നു. സോ അങ്ങനെ ഒരു ക്യാരക്ടർ പെട്ടെന്ന് എങ്ങനെയാണ് ലോർഡ് വോൾഡമോർട്ടിന്റെ ഡെത്ത് ഈറ്റേഴ്സ് ആയിട്ട് മാറുന്നത്? അതും അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന കുട്ടികളെല്ലാം അദ്ദേഹത്തിനെ എന്താ പറയുക ഹ്യൂമിലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഒരിക്കലും സെഡ്രിക്കിന്റെ ക്യാരക്ടർ അത്രമാത്രം ബാഡ്ലി ഹ്യൂമിലേറ്റ് ചെയ്തപ്പെട്ടെങ്കിൽ പോലും ഒരിക്കലും ഒരു ഡെത്ത് ഈറ്റർ ആയിട്ട് മാറില്ല. ഇതിലൂടെ തന്നെ സെഡ്രിക് ഡിഗറി എന്ന ഈ ഒരു ക്യാരക്ടറിനോട് ഇവർക്കൊരു നീതി പുലർത്താൻ പോലും സാധിക്കാതെ പോയി. ദെൻ ഇവിടെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ആ ഒരു മേസിൽ വെച്ച സമയത്ത് അവിടെ നിൽക്കുന്നത് നമ്മുടെ ബാർട്ടി ക്രൗച്ച് ജൂനിയർ ആണ്. അവിടെ മൂടിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ എങ്ങനെയെങ്കിലും ഹാരി പോട്ടറിനെ ആ ഒരു കപ്പ് തൊടയിപ്പിച്ച് പോർട്ടലാക്കി മാറ്റി റിഡിൽ മാനിലേക്ക് കൊണ്ടുപോകലാണ് നമ്മുടെ മൂഡിയുടെ ലക്ഷ്യം. ബട്ട് ആ ഒരു സ്ഥലത്തിലേക്കാണ് നമ്മുടെ ആൽബസും സ്കോർപിയസും കൂടാതെ ഡെൽഫി എല്ലാം കടന്നു വരുന്നത്. എന്തുകൊണ്ട് ബാർട്ടി ക്രൗച്ച് ജൂനിയർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോയി? കാരണം ഹാരി പോട്ടർ എങ്ങനെയെങ്കിലും ആ ഒരു കപ്പ് തൊടണം, അതിലൊരു മാറ്റം വരാതിരിക്കാൻ വേണ്ടി എല്ലാ പാത്തും ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ പ്രൊഫസർ മൂഡി. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അവിടേക്ക് ആൽബസും സ്കോർപിയസും വന്ന കാര്യം എന്തുകൊണ്ട് ഈ ഒരു ബാർട്ടി ക്രൗച്ച് ജൂനിയർ ശ്രദ്ധിച്ചില്ല? ഇതിന് ഈ ഒരു ബുക്കിനെ നമ്മുടെ ടെഡി ലൂപ്പിനെ അവിടെ പോയി, നെവിൽ ലോങ്ബോട്ട് അവിടെ പോയി, ഹാഗ്രിഡ് അവിടെ പോയി, ഇവരെ ആരും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിന് വരുന്ന പ്രധാന പ്ലോട്ട് ഹോൾ എന്ന് പറയുന്നത് ഹാരി പോട്ടറിന്റെ ആ ഒരു സ്കാർ, അത് വീണ്ടും വേദനിക്കുകയും വീണ്ടും വോൾഡമോർട്ടിന്റെ കുറെ ട്രേസസ് എല്ലാം ഉണ്ടെന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ട്. അതെങ്ങനെ പോസിബിളായി? അതായത് അന്ന് ആ ഒരു ഹോക്രസ് ഇല്ലാതായതിനെ തുടർന്ന് ഇവർ രണ്ടുപേരും ഹാരി പോട്ടറും വോൾഡമോർട്ടും തമ്മിലുണ്ടായിരുന്ന കണക്ഷൻ ടോട്ടലായിട്ടും ഇല്ലാതാവുന്നു. ഇൻഫാക്ട് ആ ഒരു സ്കാർ ഹാരി പോട്ടറിന് വേദനിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വോൾഡമോർട്ടിന്റെ ഒരു ചെറിയ സോൾ നമ്മുടെ ഹാരി പോട്ടറിന്റെ ഉള്ളിലുള്ളത് കൊണ്ടും ആ ഒരു ഫ്രാഗ്മെന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ആ ഒരു ഫ്രാഗ്മെന്റ് ഹാരിയുടെ ഉള്ളിൽ നിന്ന് വെളിയിലോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്താണ് അവന് അത്രയും പെയിൻ അനുഭവപ്പെടുന്നത്. സോ ഹാരി പോട്ടറിന്റെ ദേഹത്ത് ആ ഒരു സോൾ ഇല്ലാത്ത പക്ഷം എങ്ങനെയാണ് ആ ഒരു ഫ്രാഗ്മെന്റ് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതും ആ ഒരു സ്കാർ വേദനിക്കുന്നതും? അതും എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ദെൻ ഇതിന് വരുന്നൊരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വോൾഡമോർട്ടിന്റെ ബയോളജിക്കൽ മകളാണല്ലോ ഡെൽഫി. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ വോൾഡമോർട്ട് അദ്ദേഹത്തിന്റെ ബോഡി റീഗെയിൻ ചെയ്യുന്നത് നമ്മുടെ ഹാരി പോട്ടറിന്റെ ബ്ലഡ് യൂസ് ചെയ്തിട്ടാണ്. അത് നമ്മൾ ഗോബ്ലറ്റ് ഓഫ് ഫയറിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വോൾഡമോർട്ട് ദേഹത്തോട് ഓടുന്നത് നമ്മുടെ ഹാരി പോട്ടറിന്റെ രക്തമാണ്. വോൾഡമോർട്ടിന്റെ ബയോളജിക്കൽ മകളാണ് ഡെൽഫി എങ്കിൽ ഡെൽഫിയുടെ ദേഹത്തോട് ഓടുന്നത് നമ്മുടെ വോൾഡമോർട്ടിന്റെ രക്തമായിരിക്കും, അതായത് ഹാരി പോട്ടറിന്റെ രക്തം. അപ്പോൾ ഡെൽഫി ഉള്ള ആ ഒരു പ്രസൻസ് ആയിരിക്കാം മേ ബി നമ്മുടെ ആ ഒരു ഹാരി പോട്ടറിന്റെ സ്കാർ വേദനിക്കാനുള്ള ഒരു കാരണം. ഡെൽഫി ഭയങ്കരധികം ഈവിൽനെസ് ആണ്. സോ ആ ഒരു ഈവിൽനെസിന്റെ പ്രസൻസ് ആയിരിക്കാം മേ ബി നമ്മുടെ ഹാരി പോട്ടറിന് അത് സംഭവിക്കാനുള്ള കാരണം. ഇക്കാര്യം എവിടെയും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല, എനിക്ക് തോന്നിയതാണ്. ദെൻ എവിടെ നിന്നുമാണ് ആ ഒരു രണ്ടാമത്തെ പ്രോഫസി വന്നതെന്നും പറഞ്ഞിട്ടില്ല. അതായത് ആ ഒരു വെൻ സ്പേസ് സ്പേഡ് എന്ന് പറയുന്ന ആ ഒരു പ്രോഫസി എവിടെ നിന്നാണ് വന്നതെന്നും പറയുന്നില്ല. അതിനോടൊപ്പം ഡെൽഫി എങ്ങനെയാണ് ഈ ഒരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യത്തിനെ അറിഞ്ഞതെന്ന ഒരു കാര്യം വ്യക്തമായിട്ട് ഇവർ പറയാതെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് ആ ഒരു ഡാർക്ക് ടൈം ലൈനിൽ ഉണ്ടായിരുന്ന ഓഗ്രി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഡെൽഫിയാണ്. ദെൻ ഈ ഒരു
ബുക്കിൻ്റെ അവസാനമാകുന്ന സമയത്ത് 1981 ഒക്ടോബർ 31 ആ ഒരു പോട്ടർ ഹൗസിലേക്ക് എല്ലാവരും ചെല്ലുന്നുണ്ട്. ഇവിടെയും ഒരു പ്ലോട്ട് ഹോൾ ഉണ്ട്. എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഹൗസിനെ ചുറ്റിപ്പറ്റി ഒരു ഫിഡ്യൂലിയസ് ചാം എന്ന് പറയുന്ന ഒരു ചാം ആക്റ്റീവ് ആയിരുന്നു. അതായത് നമ്മുടെ ജെയിംസും ലില്ലിയും കൂടാതെ ഹാരി എല്ലാം തന്നെ ഒളിച്ചു താമസിക്കുകയാണ് വോൾഡമോർട്ടിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. സോ അതിനെ തുടർന്ന് ആ ഒരു വീട് കാണണമെങ്കിലും അല്ലെങ്കിൽ പോട്ടർ ഫാമിലിയെ കാണണമെങ്കിൽ സീക്രട്ട് കീപ്പറിന് മാത്രമാണ് സാധിക്കുള്ളൂ. ആൻഡ് ആ ഒരു സീക്രട്ട് കീപ്പർ വേറെ ആരോടെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ റിവീൽ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനും ഈ ഒരു ഹൗസ് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ പീറ്റർ പെറ്റിഗ്രു ആണ് ഇവിടെ സീക്രട്ട് കീപ്പർ. അദ്ദേഹമാണ് നമ്മുടെ വോൾഡമോർട്ടിനോട് ഈ ഒരു ഇൻഫർമേഷൻ റിവീൽ ചെയ്യുന്നത്. അതിനെ തുടർന്നാണ് വോൾഡമോർട്ട് ആ ഒരു വീട്ടിൽ പോയി എല്ലാവരും കൊല്ലുന്നത്. എന്നാൽ എങ്ങനെയാണ് സ്കോർപ്പിയസിനും ആൽബസിനും ആ ഒരു വീട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയതും ആ ഒരു വീട് കാണാൻ സാധിച്ചതും? പീറ്റർ പെറ്റിഗ്രു ഒരിക്കലും ചെന്ന് നമ്മുടെ ആൽബസിനോട് സ്കോർപ്പിയസിനോടും ഈ വീടിന്റെ ലൊക്കേഷൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് എങ്ങനെ ഇവർ കണ്ടുപിടിച്ചു? എങ്ങനെ ഇവർക്ക് കാണാൻ സാധിച്ചു? ഇവർക്ക് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും. ഹാരി പോട്ടർ അവസാനം ആ ഒരു ജനലിലൂടെ അവരുടെ അച്ഛനമ്മയെ കൊല്ലുന്നതെല്ലാം കണ്ട് ഭയങ്കര സങ്കടപ്പെടുന്ന സീനെല്ലാം കാണിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ പോസിബിൾ ആയി എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് ഈ ഒരു സ്റ്റോറിയിലെ ഒരു വലിയ ഫ്ലോ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വോൾഡമോർട്ടിന്റെ പേരാണ്. അതായത് ഈ കഴിഞ്ഞ എല്ലാ ബുക്കുകളിലും നമ്മുടെ ലോർഡ് വോൾഡമോർട്ടിന്റെ പേര് പറയാൻ എല്ലാവരും വിച്ചസും വിസാർഡ്സും എല്ലാം ഭയങ്കരധികം പേടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ഒരു ബുക്കിനകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ വോൾഡമോർട്ട് എന്ന് പറഞ്ഞ് ഭയങ്കര മെൻഷൻ ഉണ്ടായിരുന്നു. സപ്പോസ് ആ ഒരു ഡാർക്ക് ടൈം ലൈനിൽ വോൾഡമോർട്ട് എല്ലാം ഈ ഒരു ലോകത്തിനെ റൂൾ ചെയ്തൊരു വലിയ ഡാർക്ക് ലോഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും പഴയതിനേക്കാൾ കൂടുതൽ പേടിക്കുകയുള്ളൂ, അല്ലാതെ അതിന്റെ പേര് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയില്ല. സോ ഇവിടെയും എനിക്ക് ഒരു കണ്ടിന്യൂറ്റി മിസ്സായ പോലെ അനുഭവപ്പെട്ടു. ഇതിന് ഹാരി പോട്ടർ പാസൽടങ് സംസാരിക്കുന്നു. അതായത് പാസൽടങ് അവന് ആ ഒരു വോൾഡമോർട്ട് സോൾ ഇല്ലാത്തതിനെ തുടർന്ന് ആ ഒരു എബിലിറ്റി അവന് പോയെന്ന കാര്യം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും അവൻ പാസൽടങ് സംസാരിക്കുന്നു. അതും എങ്ങനെയാണ് പോസിബിൾ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്ലോട്ട് ഹോൾസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക പ്ലോട്ടിൽ ഫ്ലോസ് ഉണ്ടായിരുന്ന ആ ഒരു കണ്ടിന്യൂഷൻ മിസ്സായ ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് കേസ്ഡ് ചൈൽഡ് അനുഭവപ്പെട്ടത്. ആൻഡ് ഇത് ഫിലിം ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം എന്താണെന്നാൽ ഈ ഒരു പ്ലോട്ട് തന്നെ അവർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത്രയധികം ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കില്ല. മേ ബി ഒരു ഫെയിലിയർ ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. ആൻഡ് ഈ ഒരു പ്ലോട്ടിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തി അത്യാവശ്യം ആ ഒരു പ്ലോട്ട് ഹോൾസ് എല്ലാം മാറ്റി അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫിലിമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു യൂണിവേഴ്സ് എക്സ്റ്റെൻഡിൽ വരുന്ന സമയത്ത് എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് തന്നെ ഞാൻ പറയും. ദെൻ റിട്ടേൺ കാസ്റ്റുകൾ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അത് ഇതുവരെ ഉറപ്പാക്കാൻ സാധിക്കില്ല. ഇതിനു പുറമെ HBO മാക്സിൽ ഈ ഒരു ഹാരി പോട്ടർ സീരീസിൻ്റെ ഒരു ഏർലി സ്റ്റേജ് പ്രൊഡക്ഷൻ വർക്കൊക്കെയാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതും ഒരു കൺഫേം ആയിട്ടില്ല. സോ അതെല്ലാം ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കൺഫേം ആയിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് നിലവിൽ നമ്മുടെ WBയും JK റോളിങ്ങും എല്ലാവരും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫാന്റസി ബീസ്റ്റിലാണ്. ഒരുപാട് കോൺട്രവേഴ്സീസ് എല്ലാം നിലനിൽക്കുന്നതിനെ തുടർന്ന് പെട്ടെന്ന് അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് അതൊന്ന് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. ആൻഡ് നമ്മുടെ ഗെലറ്റ് ഗിൻഡർവാൾഡ് ആയിട്ട് ജോണി ഡെപ്പ് തന്നെ വരാൻ സാധിക്കുമെങ്കിൽ അത്രയധികം നല്ലതാണ്. കാരണം ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. അത് എന്നത് വളരെയധികം സംശയമുള്ള കാര്യം തന്നെയാണ്. ആൻഡ് ഇത്രയുമാണ് എനിക്ക് കേസ്ഡ് ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീണ്ടും ഇതുപോലൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.